നമസ്കാരം. ഈ വരുന്ന മാർച്ച് 29-ാം തീയതി ഞായറാഴ്ച ഒരു വിശേഷമുണ്ട് കേട്ടോ. ഏകാദശിയാണെന്ന്. കാമദ ഏകാദശി എന്നാണ് പറയുക. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ആഗ്രഹങ്ങളെയൊക്കെ നിറവേറ്റുക, അതാണ് ഈ ഒരു വ്രതം എടുത്താലുള്ള ഗുണമായിട്ട് പറയുന്നത്. എന്താഗ്രഹം ഉണ്ടെങ്കിലും അതെല്ലാം സാധിപ്പിച്ചു തരുന്നതാണ് പറയുക. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ജന്മത്തിലെയും ഈ ജന്മത്തിലെയും എല്ലാ പാപങ്ങളെയും നശിപ്പിക്കും. അങ്ങനെയാണ് ഈ ഒരു ഏകാദശി നോറ്റാലുള്ള ഗുണത്തെക്കുറിച്ച് പറയുന്നത് കേട്ടോ. അപ്പോൾ പാപങ്ങളൊക്കെ ഇല്ലാതാക്കുക, ആഗ്രഹങ്ങളൊക്കെ നേടുക, പിന്നെ സന്തോഷം, സമാധാനം, സമൃദ്ധി, ആത്മീയമായിട്ടുള്ള പുരോഗതി, ഇതൊക്കെയാണ് ഈ ഒരു ഏകാദശിയിലൂടെ ലക്ഷ്യം വെക്കുന്നത്, നോറ്റ് കഴിഞ്ഞാൽ ലഭിക്കുന്നതായിട്ടുള്ള ഗുണങ്ങളായിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും 29-ാം തീയതിയിലുള്ള ഏകാദശി വ്രതം നോറ്റോളൂ. തിഥി തുടങ്ങുന്നത് 28-ാം തീയതിയാണ്, ശനിയാഴ്ചയാണ്. പക്ഷേ ഏകാദശി വ്രതം എടുക്കേണ്ടത് 29-ാം തീയതിയാണ് കേട്ടോ. അപ്പോൾ ഹരിവാസര സമയവും പാരണ സമയവും കൂടെ പറയാം. ഹരിവാസര സമയം വരുന്നത് 29-ാം തീയതിയാണ്. ഏർലി മോർണിംഗ് ആണ് കേട്ടോ. 1:38 AM മുതൽ 1:30 PM വരെയാണ് ഹരിവാസര സമയം. പാരണ സമയം വരുന്നത് 30-ാം തീയതിയാണ്, തിങ്കളാഴ്ചയാണ്. 6:31 AM മുതൽ 7:09 AM വരെയാണ്. ഈ സമയത്തിൽ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങിന്നൊക്കെ വരാം. പക്ഷേ ഏകാദശി എടുക്കുക, നോൽക്കുക എന്നുള്ളതാണ് പ്രധാനം കേട്ടോ. നോൽക്കേണ്ട രീതികളെ കുറിച്ചൊക്കെ പലതവണ ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ചെറുതായിട്ടൊന്ന് സൂചിപ്പിക്കാം. 3 ദിവസങ്ങളായിട്ടാണ് നമ്മൾ നോൽക്കുക. അതായത് ദശമി, ഏകാദശി, ദ്വാദശി. ദശമി എന്ന് പറയുന്നത് നാളെയാണ്, ശനിയാഴ്ചയാണ്. ദശമിയുടെ അന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ രാത്രിയൊന്നും കഴിക്കരുതെന്നാണ് പറയുക. തീരെ പറ്റാത്തവർക്ക് പാലോ പഴമോ ഒക്കെ കഴിക്കാം കേട്ടോ. പിന്നെ ഏകാദശിയുടെ അന്ന് 29-ാം തീയതി ഞായറാഴ്ച രാവിലെ എണീറ്റ് കുളിക്കുക, ക്ഷേത്ര ദർശനത്തിനൊക്കെ പോകുക. പിന്നെ തീർത്ഥം സേവിച്ചുകൊണ്ട്, തുളസി തീർത്ഥം സേവിച്ചുകൊണ്ടാണ് വ്രതം ആരംഭിക്കുക. ഒന്നുകിൽ പൂർണ്ണമായിട്ടുള്ള ഉപവാസം, ഭക്ഷണമൊന്നും കഴിക്കാതെ, അല്ലെങ്കിൽ ഇപ്പോൾ ഓരോരുത്തരുടെ ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ച് വേണം എടുക്കാനായിട്ട്. മരുന്ന് കഴിക്കുന്നവർ, അങ്ങനെ കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കേണ്ടവരൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ലഘുവായിട്ടുള്ള എന്തെങ്കിലും ഭക്ഷണം കഴിക്കുക. അപ്പോൾ ഗോതമ്പ് കൊണ്ട് അങ്ങനെയൊക്കെ കഴിച്ചുകൊണ്ടൊക്കെ ഏകാദശി നോൽക്കുക കേട്ടോ. പിന്നെ അന്ന് ഉറങ്ങാനായിട്ടൊന്നും പാടില്ല. ഉച്ചയ്ക്ക് പിറ്റേ ദിവസം 30-ാം തീയതി പാരണവീട തുളസി തീർത്ഥമോ ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന തീർത്ഥമോ സേവിച്ചുകൊണ്ട് പാരണവീടാം. അന്നും ഉച്ചയ്ക്ക് ഊണ് കഴിച്ചു കഴിഞ്ഞാൽ രാത്രിയൊന്നും കഴിക്കരുതെന്നാണ് പറയുക. പിന്നെ എപ്പോൾ ഏകാദശി നോൽക്കുകയാണെങ്കിലും ഓരോരുത്തരുടെ ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ച് വേണം നോൽക്കാനായിട്ട്. പ്രധാനമായിട്ടും ഭഗവാനെ സേവിക്കുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഇപ്പോൾ ക്ഷേത്രത്തിലൊക്കെ പോകാനായിട്ട് സാധിക്കുമെങ്കിൽ വളരെ നല്ലതാണ്. ക്ഷേത്രത്തിൽ പോയിരുന്നിട്ട് നാമം ചൊല്ലാം, അല്ലെങ്കിൽ വീടുകളിൽ ഇരുന്നിട്ട് നാമം ചൊല്ലാം. നന്നായിട്ട് ഭഗവാനെ വിളിക്കുക, ഭഗവാനോട് കൂടെ ആയിരിക്കുക. അതാണ് ഏകാദശി എടുക്കുന്നതിന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ വരുന്ന 29-ാം തീയതിയാണ്, ഞായറാഴ്ചയാണ് കാമദ ഏകാദശി വരുന്നത്. സാധിക്കുന്നവരെല്ലാം ഏകാദശി വ്രതം നോറ്റോളൂ.